24 grams ഓഫ് അലൂമിനിയം എത്ര ഓക്സിജനായിട്ട് റിയാക്റ്റ് ആകും? ഓക്കെ, അപ്പോൾ നമ്മൾ അലൂമിനിയം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്ന് പറഞ്ഞാൽ Al2O3 ആണ് ഉണ്ടാവുക. ശരി, ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യും? ഇത് 3, അപ്പോൾ ഞാൻ ഇതിനെ പിടിച്ച് എന്ത് ചെയ്യും? ഇവിടെ ഞാൻ 6 ഉണ്ടാക്കും. അപ്പം ഒരു 3 ആക്കാം, ഇവിടെ 2 ആക്കാം, അപ്പം 4 ആയി. ഇപ്പം ഇവിടെ 4 ആയി. ഇപ്പം 4 അലൂമിനിയം 6 ഓക്സിജൻ. കറക്റ്റ്. ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഗസ് വർക്കാണ് കേട്ടോ. ഇനി എന്ത് ഇവിടെ 27 grams ഓഫ് അലൂമിനിയം ഉണ്ട്. എത്ര ഗ്രാംസ് ആയിട്ട് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ 27 grams ഓഫ് അലൂമിനിയത്തിൽ എത്ര മോൾസ് ഉണ്ട്? 27/27, ദാറ്റ് ഈസ് 1 മോൾ അലൂമിനിയം ഉണ്ട്. ഇവിടെ നമുക്ക് ബാലൻസ് ഇക്വേഷൻ നോക്കാം. 4 moles ഓഫ് അലൂമിനിയം 3 moles ഓഫ് ഓക്സിജൻ ഉണ്ട്. 1 mole ഓഫ് അലൂമിനിയം എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടാവും? 3/4 moles ഓഫ് ഓക്സിജൻ ഉണ്ടാവും. 3/4 മോൾസ് ഓഫ് ഓക്സിജൻ, അതിൻ്റെ എത്ര മാസ്? അത് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 അല്ല, 32. ഓക്സിജൻ O2 ഗ്യാസ് എന്ന രീതിയിലാണുള്ളത്, റൈറ്റ്? അപ്പോൾ എത്ര ഗ്രാംസ് ഓഫ് O2 ഗ്യാസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ 8, 24 grams. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 100 ml ഓഫ് CH3. അപ്പോൾ ഈ റിയാക്ഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. അത് ഗ്രിഗ്നാർഡ് റിയേജൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ CH3CH2 MgBr നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? അപ്പോൾ എന്താണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, പാർഷ്യൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ആസിഡിക് ഹൈഡ്രജൻ്റെ പരിപാടിയാണ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവാണുള്ളത്. അപ്പോൾ ഈ എച്ച് പോയിട്ട് ഇവിടെ അറ്റാച്ച് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 കിട്ടും. ഈത്തേൻ ഗ്യാസ് കിട്ടും. പ്ലസ് കിട്ടുന്ന സാധനം അത് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. അതെന്താ കിട്ടുക? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3O പിന്നെ MgBr ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അറിവ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എന്തോ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈത്തേൻ ഗ്യാസ് തന്നെയാണ്. ഇനി അവർ 100 ml ഓഫ് CH3 ഇത് എടുത്തിട്ടുണ്ട്, 100 ml. അപ്പോൾ നമ്മൾ എത്ര മോൾസ് ഉണ്ട് നോക്കണം അല്ലേ? അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 100 ml അല്ല, അപ്പോൾ 100/1000. അവർ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തന്നിട്ടുണ്ട് 2.24 ml ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ് ആയിട്ട്. അപ്പം ഇതിൻ്റെ 2.24 ml ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? അതിനെ മോൾസ് കണ്ടെത്തണം. അപ്പോൾ ഞാൻ 2.24 into 1000 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2000 ചെയ്യുമ്പോൾ ഒരു കാര്യം 2.4, അപ്പോൾ ഒരു എക്സ്ട്രാ 10⁻⁻1 വരും. ഇൻറ്റു 1000 അല്ല, ഡിവൈഡ് ബൈ 1000 ml ആണല്ലോ. ഇൻറ്റു 22.4 ലിറ്റർ. അതിന് ഞാൻ എങ്ങനെ എഴുതും? ഇൻറ്റു 10⁻⁻1 എഴുതും. ഇത് കട്ടായി, -1ഉം മുകളിലോട്ടേക്ക് പോയി +1 ആയി, +1ഉം ഇതും കട്ടായി. പിന്നെ 4/1000 വന്നിട്ടുണ്ട്, അല്ല 1/1000 വന്നിട്ടുണ്ട്, റൈറ്റ്? ഇനി മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? എത്ര ഗ്യാസിൻ്റെ വെയിറ്റും കിട്ടും. വളരെ സിമ്പിൾ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിലും ഇത് സാർ തന്ന റിയാക്ഷൻ തന്നിട്ടുണ്ട്. ശരി, എത്ര മോൾസ് ആണ്? ഇവിടെ 2 മോൾസ് തന്നിട്ടുണ്ട് സാറ് ക്വസ്റ്റ്യനിൽ. നമ്മളോട് ഫൈൻഡ് ഔട്ട് ദി വോളിയം ഓഫ് ദി ഗ്യാസ് ദാറ്റ് ദിസ് ഈസ് ഗ്യാസ്, അത് ഫോംഡ് അറ്റ് STP. പിന്നെ പരിപാടി ഇവിടെയും ആസിഡ് ബേസ് റിയാക്ഷൻ തന്നെയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. അപ്പം ഈ നെഗറ്റീവിനെ ആകർഷിക്കാൻ ഏതൊക്കെ H+ ഉണ്ട്? ഇവിടെ നിന്ന് H പോയിട്ടുണ്ടെങ്കിൽ റെസൊണൻസ് കാരണം സ്റ്റേബിൾ ആണ്. ഇവിടെ നിന്ന് H പോയിട്ടുണ്ടെങ്കിൽ റെസൊണൻസ് കാരണം സ്റ്റേബിൾ ആണ്. ഇവിടെ നിന്ന് H പോയിട്ട് റെസൊണൻസ് കാരണം സ്റ്റേബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഒരു മോള് ആക്ച്വലി ഈ പറഞ്ഞ സാധനത്തിന് ഒരു മോള് ഈ പറഞ്ഞ 3 മോളായിട്ട് ആക്ച്വലി റിയാക്ട് ചെയ്യും. കാരണം വെച്ചാൽ ഓരോന്നിനും 3 H കൊടുക്കാണ്ട്. അപ്പം 3 മോളായിട്ട് റിയാക്ട് ചെയ്തൂടെ? ശരിയാ. അപ്പോൾ ഞാൻ പറയും 1 mole ഓഫ് ദിസ് തിങ് റിയാക്ട് വിത്ത് ലെഫ്റ്റ് സാധനം റിയാക്ട് വിത്ത് 3 moles ഓഫ് ദിസ് തിങ്. ക്വസ്റ്റ്യനിൽ ഗിവൺ 2 moles ഓഫ് ദിസ് തിങ് ആണ്. അപ്പോൾ എത്ര മോൾസ്? 6 moles ഓഫ് ഗ്യാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം അതേതാ ഗ്യാസ്? ഇവിടെ ഒരു H+ വന്നിട്ടുണ്ട്, മീത്തേൻ ഗ്യാസാണ്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടെത്തുന്നത് 6 moles, 6 × 22.4 ലിറ്റർ വോളിയം കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ AgCO3 ഹീറ്റ് ചെയ്താൽ എന്ത് റിയാക്ഷനാണ് കിട്ടുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Ag2CO3 അതിനെ പിടിച്ച് സുഖമായിട്ട് ചൂടാക്കും. എന്താ കിട്ടുക? ഒന്ന് Ag, ഇത് കാർബൺ 2- റൈറ്റ്? ഇതിന് 1 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം Ag2O നമുക്ക് CaCO3 CaO2 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ Ag ബാലൻസി പ്രകാരം Ag2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇത് കറക്റ്റാണ്. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ഇനോർഗാനിക് കെമിസ്ട്രി ഇത് കുറച്ച് കാരണത്താൽ വലിയ സ്റ്റേബിൾ അല്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവാൻ? Ag പ്ലസ് ½ O2 എന്ന രീതിയിലാണ് ഉണ്ടാവുക, പ്ലസ് CO2. ആക്ച്വലി ഇതങ്ങനെ ബ്രേക്ക് ആയി പോകും സാധനം.
അപ്പോൾ ഇവിടെ AG 2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റാണ് 2. ഓക്കെ, കാർബൺ കറക്റ്റാണ്. ഓക്സിജൻ 1 + 2 3 കറക്റ്റ് എല്ലാം കറക്റ്റായി, ബാലൻസ്ഡ് ആയി. ഇനി എന്താ കണ്ടെത്താൻ പറയുന്നത്? ഇത് 2.7 ഗ്രാംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 2.7 ഗ്രാംസ് ഉണ്ടെങ്കിൽ 2.7 ഗ്രാംസ് ഇവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ ഒരു മോൾ സാധനം എടുത്തു കഴിഞ്ഞാൽ മോളിക്യൂൾ എടുത്ത് അതിൻ്റെ മാസ് എത്രയാണ്? അത് ഇവിടുന്ന് ഓരോന്ന് സിൽവറിനത് 108 ആണ്. 108 + C എല്ലാം ചെയ്താൽ 276. ഓക്കെ, അപ്പം നമുക്ക് എത്ര മോൾസ് ഈ സാധനം കിട്ടും? ഇനി എന്താണ് എടുത്താൻ പറയുന്നത്? റെസിഡ്യൂ വെയിറ്റിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഓക്സിജൻ പറന്നു പോകും, കാർബൺ ഡൈ ഓക്സൈഡ് പറന്നു പോകും. ബാക്കിയുള്ള റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ സിൽവർ മാത്രമേ ഉള്ളൂ. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ സിൽവറാണ്. അപ്പം 1 മോൾ ഈ സാധനം 2 മോൾ സിൽവർ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും മോൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം അതിനെന്താ X മോൾസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2x മോൾസ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾസ് ഈ റെസിഡ്യൂവിൻ്റെ മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത് 108 മോളാർ മാസോടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബാക്കിയുള്ള റെസിഡ്യൂയുടെ ഗ്രാംസ് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു M2CO3 ഉണ്ട് ട്രീറ്റിംഗ് വിത്ത്. ഓക്കെ, ഒരു മെറ്റൽ കാർബണേറ്റ് എന്ന് വെച്ചാൽ M2CO3. അത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? HCl ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, ഷുവർ. MCl കിട്ടും, റൈറ്റ്? MCl കിട്ടും. കാരണം വെച്ചാൽ ഇത് -2, അതുകൊണ്ട് ഇത് +1. മെറ്റൽ അധികം +1 ആണ് കാണിക്കൽ. അപ്പോൾ ഇത് +1 ആയതുകൊണ്ടാണ് 2 ഉള്ളത്. ഇവിടെ Cl 1 ആയതുകൊണ്ട് MCl കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, പിന്നെ എന്താ വെള്ളം കിട്ടും. ഓക്കെ, സ്വാഭാവികം. ഇനി നമുക്ക് ഇതിനെ പിടിച്ചെന്ന് കറക്റ്റ് ആക്കണം. അപ്പം ഇത് ഞാൻ 2 കാരണം 2 മെറ്റൽ ഉണ്ട്. ശരി, അപ്പോൾ 2 ആയി. അപ്പം 2 Cl ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ 2 കൊടുക്കണം. 2 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് 2 ആയി. അപ്പോൾ കാർബൺ കറക്റ്റാണോ? കാർബൺ കറക്റ്റാണ്. ഓക്കെ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 1 + 3 ആയി. 3 കറക്റ്റ്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇനി produces 0.1, any 1 gram of this carbonate on treated with HCl produces 0.10 moles of CO2. ശരി, ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയാം ഈ ഒരു ഇതിൻ്റെ ഒരു മോള് എത്ര CO2 ആയിട്ട്? 1 മോൾ CO2, രണ്ടിനും ഒരേ റേഷ്യോ ആണ് 1:1 സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻസ്. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ള മോൾസ്? അത് എത്രയാണ്? 0.01 CO2 മോൾസ് കിട്ടിയിട്ടുണ്ട് പോലും. അങ്ങനെയാകുമ്പോൾ ഇവിടെ എത്ര കിട്ടണം കണക്ക് പ്രകാരം? അല്ലേ, കണക്ക് പ്രകാരം 0.01 നമുക്ക് തിരിച്ചും പറയാമല്ലോ. 1 മോൾ ഇതാണ്, 1 മോൾ ഇത്. അങ്ങനെ ആകുമ്പോൾ ഇത് 1 മോളാണെങ്കിൽ ഇത് എത്ര കിട്ടും? 0.01 ഡിവൈഡ് ബൈ 1 മോൾസ് കിട്ടുന്നുണ്ട്. ഇനി മോൾസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആക്ച്വലി മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ്, ദാറ്റ് ഈസ് 1 ഗ്രാം ഓൾറെഡി ഗിവൺ ആണ്, ഡിവൈഡ് ബൈ മോളാർ മാസ്, അതാണ് കണ്ടെത്താൻ പറയുന്നത് ക്വസ്റ്റ്യനിൽ. ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയാം, എനിക്ക് അറിയാത്ത സാധനം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 0.001. അപ്പോൾ ഞാൻ 1 × 10⁻², മോളിലോട്ടേക്കും. അപ്പോൾ 100 ഗ്രാംസ് ആണെന്നുള്ള കാര്യം കിട്ടും, റൈറ്റ്? ഇനി അടുത്ത ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നത് കുറച്ച് ടഫാണ്. H3PO4 ഫോസ്ഫോറിക് ആസിഡ് അതെന്തുമായിട്ട് MgOH ട്വൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Mg ഇതിൻ്റെ മുകളിലുള്ള ഇതിൻ്റെ ഇങ്ങോട്ടേക്കും PO4 ആണ്. PO4 ട്വൈസ് ആണ്. PO4 -1 അപ്പോൾ PO4 ട്വൈസ് ഉണ്ടാവും. അതുപോലെ Mg3 ഉണ്ടാവും. ഇത് നമ്മൾ മെല്ലെ മെല്ലെ ഇൻഓർഗാനിക്കിൽ പഠിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇനി ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെ ശരിക്കും അറിയാം. അപ്പോൾ നമ്മൾ ചില ഇട്ട് നോക്കണം. ഇവിടെ 3 Mg ഉണ്ട്, അപ്പോൾ ഞാൻ 3 ഇട്ട് കൊടുത്ത്. ശരി, പിന്നെന്താ കാണപ്പെടുന്നത്? ഇവിടെ PO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ഉണ്ട്. ഇവിടെ PO4 1 ഉള്ളൂ, അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്ത് അങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളത്തിനനുസരിച്ചിട്ട് ഓക്സിജനും ആറൊക്കെ ഇട്ട് കറക്റ്റ് ആക്കാം. ശരി, ഇനി ഹൗ മെനി ഗ്രാംസ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ് ഇനി നമുക്ക് കിട്ടിയിട്ടുണ്ട്? നീഡ് ടു ന്യൂട്രലൈസ് 100 ഗ്രാംസ് ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഇത് എത്ര മോൾസ് ഉണ്ട് നോക്കാം. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അപ്പോൾ 100 ഗിവൺ മാസ് ഡിവൈഡ് മോളാർ മാസ് ഓഫ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എത്രയാണ്? 58. അപ്പോൾ ഇത്രയും മോൾസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, 2 മോൾസ് ഇതുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എത്ര കിട്ടും? 1 ആണെങ്കിൽ ഇത് എത്രയോ മോൾസ് ഉണ്ട് അല്ലേ? ആ മോൾസ് അറിഞ്ഞുകൂടാ. അത് 100/58 ആണെങ്കിൽ എത്ര കിട്ടും? 100/58 × 2 ഡിവൈഡ് ബൈ കിട്ടും. എന്നിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മോളിക്കുലർ മാസം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാസം കൂടി കിട്ടും. അത്ര വളരെ സിമ്പിളാണ്. ഇനി CaCO3 നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏറ്റവും ഉപയോഗം എന്ന് വെച്ചാൽ ഇവിടെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വാട്ട് വേ ഓഫ് CaCO3 ബി കമ്പോസ്? CaCO3യുടെ വെയിറ്റ് കണ്ടെത്തുന്ന ഒബ്ജക്റ്റീവ്. ഓക്കെ, ഡികമ്പോസ് പ്രൊഡ്യൂസ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, CaCO3 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് Na2CO3യുടെ എത്ര 21.2 കിലോഗ്രാം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ കിട്ടിയിട്ടുണ്ട്. ശരി, അപ്പോൾ നമ്മൾ എന്ത് ആദ്യം കണ്ടെത്തേണ്ടത്? 21 ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമൗണ്ട് കണ്ടെത്തണം, റൈറ്റ്? അപ്പം നമുക്കൊരു ഇവിടെ ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പോൾ 1 മോൾ Na2CO3, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് എത്ര മോൾസ് Na2CO3 ഉണ്ട്? 21
0.2 അത് ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പിന്നെ ഒരു 0 ഓക്കെ ഒരു 0 ഓക്കെ ഇത്രയും ഗ്രാംസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് Na2CO3 എത്രയാണ് Na2 അപ്പം Na എന്ന് പറഞ്ഞാൽ 26 ഓക്കെ 46 12 എത്രയാ 8 5 58 48 അപ്പോൾ അത് 16 9 100 106 ശരി 106 രണ്ട് പ്രാവശ്യം പോകുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി 200 ഗ്രാംസ് എന്തുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു ആക്ച്വലി ട്രീറ്റ് ചെയ്തത്. സോറി 200 മോൾസ് ഓഫ് Na2CO3 ആണ് ട്രീറ്റ് ചെയ്തത്. 200 മോൾസ് ഓഫ് Na2CO3 എന്ന് 211 ആയതുകൊണ്ട് 200 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ട്രീറ്റ് ആയിട്ടുണ്ട്. 200 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 211 ആയതുകൊണ്ട് തന്നെ 200 മോൾസ് ഓഫ് CaCO3 ഉണ്ട്. 200 മോൾസ് ഓഫ് CaCO3യുടെ വെയിറ്റ് ആണ് ചോദിക്കുന്നത്. 200 ഇൻറ്റു 100 അല്ലേ, ഒന്നിൻ്റെത് 100 ഗ്രാംസ് ഡിവൈഡ് ബൈ kgയിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു 1000 കൂടി. അപ്പോൾ 2 പോയി ഒരെണ്ണം പോയി 20 കിലോഗ്രാം. ആഹാ കൊള്ളാമല്ലേ കോസ്റ്റ്. ഇനി ലിമിറ്റിംഗ് റിയേജൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അല്ലേ. ഞാൻ പറയുന്നത് ഇവിടെ ഈ ഒരു റിയാക്ഷനായിട്ട് ബാലൻസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അവർ 2 മോൾ എ ട്രീറ്റ് ചെയ്യുന്ന 3 മോൾ ബി ട്രീറ്റ് ചെയ്ത് എത്ര മോൾ സി എന്ന് വെച്ചാൽ 4. അത് ഇവിടെ തന്നെ കിട്ടുമല്ലോ. ശരി, ഈ ക്വസ്റ്റ്യൻ മാറ്റി പിടിച്ച് 4 മോൾ എ ആണെങ്കിൽ 6 മോൾ ബി ആണെങ്കിൽ എത്ര മോൾ സി കിട്ടും? ഇത് ഡബിൾ ചെയ്തെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ 4 മോൾ, അപ്പോൾ ഇത് ഡബിൾ ചെയ്ത് 8 മോൾ സി ശരി കിട്ടും. ഈ ക്വസ്റ്റ്യൻ വീണ്ടും മാറ്റി പിടിച്ചാൽ 2 മോൾ എ എടുത്ത് 2 മോൾ ബി എടുത്ത് ഓഹോ നേരത്തെ കറക്റ്റ് ഡബിൾ അല്ലെങ്കിൽ പകുതി എന്ന രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ശരി, അപ്പോൾ എന്തോ ഒരു കശപ്പിച്ചേക്കല്ലേ. അപ്പോൾ എത്ര മോൾ സി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് നമ്മൾ 2 മോൾ എയും കംപ്ലീറ്റ്ലി റിയാക്റ്റഡ് ആയിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ 2 മോൾ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എത്ര വേണം? 3 മോൾ വേണം ബി. പക്ഷേ ഇവിടെ 3 മോൾ ബി ഉണ്ടോ? ഇല്ല, ഇവിടെ ആകെ 2 മോൾ ബിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 മോൾ എ റിയാക്ട് ചെയ്തിട്ടില്ല എന്ന്. കാരണം സി ഓൾറെഡി ഉണ്ടാവുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആക്ച്വലി 2 മോൾ എ അല്ല റിയാക്ട് ചെയ്തത്, 2 മോൾ ബി ആയിരിക്കും റിയാക്ട് ചെയ്തത്. 2 മോൾ ബി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പകുതിയായി എന്നല്ല, 2 മോൾ ബി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ എത്ര മോൾ റിയാക്ട് ചെയ്യും? എ റിയാക്ട് ആവുന്നത് എക്ക് ഓൾറെഡി എന്തായാലും 2 മോളേക്കാളും ചെറുതായിരിക്കും. അപ്പം ഓൾറെഡി എ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് റിയാക്ട് ആവുന്ന ചങ്ങ ആരാ? ബി ആണ്. അപ്പോൾ അയാളാണ് ലിമിറ്റഡ് റിയേജൻ. ബാക്കി വരുന്നത് 2 മോൾ കംപ്ലീറ്റ് റിയാക്ട് ആവുന്നില്ല എ. ബാക്കി വരുന്ന ആളാരാ? അത് എക്സസ് റിയേജൻ്റ് ആണ്. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഇവിടെയുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പഠിച്ചാൽ മതി. ഈ പറഞ്ഞ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് ആക്ച്വലി. കാരണം വെച്ചാൽ ഈ സി ഉണ്ടാവുന്നതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇനി എത്ര മോൾ സി കണ്ടെത്തണം? എത്ര മോൾ സി ഉണ്ട് നേരെ കണ്ടെത്താൻ? 2 മോൾ എ വെച്ച് കണ്ടെത്താൻ പറ്റും? ഇല്ല, നമുക്ക് ലിമിറ്റിംഗ് റിയേജൻ വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജനാണ് ഇവിടെ കംപ്ലീറ്റ്ലി റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും അമൗണ്ടിനെ അറിയാൻ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിയേജനാണ് ലിമിറ്റിംഗ് റിയേജൻ. ലിമിറ്റിംഗ് റിയേജൻ കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആയി. ഇപ്പോൾ എക്സസ് റിയേജന് ബാക്കി വരുന്ന റിയേജനാണ് എക്സസ് റിയേജൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ബി ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 3 മോൾസിന് 4 സി ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ബി എടുത്തിട്ടുണ്ട്? 2 മോൾ. 2 മോളിന് എത്ര സി കിട്ടും? 8/c മോൾസ് ഓഫ് സി കിട്ടും. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് വെച്ചിട്ട് നമുക്ക് ഇതും കിട്ടും, റിയാക്റ്റൻറ്റും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എത്ര റിയാക്റ്റൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മോളിന് 3 മോൾ ബി ആണെങ്കിൽ എത്രയാണ് ഇവിടെ? 2 മോൾ ബിക്ക് 4/3 മോൾസ് ഓഫ് എ ഉണ്ട്. 4/3 മോൾസ് ഓഫ് എ ഉണ്ട്. നമ്മൾ ആക്ച്വലി എടുത്തത് എത്ര? 2 മോളാണ്. അപ്പം ബാക്കി വരുന്ന അമൗണ്ടാണ് 2 - 4/3. അത്രയും വെറുതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറേ റിയാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ലിമിറ്റിംഗ് റിയേജൻ നടത്തുമെന്ന് വെച്ചാൽ ആദ്യം എല്ലാത്തിനെയും മോൾസ് ഗിവൺ ആയിട്ട് നോക്കാം. ആ മോൾസ് ഡിവൈഡ് ബൈ ഇവരെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്നത് ആർക്കാണോ അയാളായിരിക്കും ലിമിറ്റിംഗ് റിയേജൻ. ഇവിടെ ആണെങ്കിലോ ഇവിടെ എല്ലാത്തിനും മോൾസ് 5/2 2.5. ഇനി അടുത്തത് 8/5 എന്തോ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി 10/3 അത് 3.3. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 8/5 ആണ്. അതുകൊണ്ട് ബി ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് വെച്ചിട്ട് എല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റും, എല്ലാം കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഡി എത്ര കണ്ടെത്തണം, സി എത്ര ഉണ്ട് എന്നല്ല, നമ്മൾ മറ്റേ യൂണിറ്ററി മെത്തേഡ് 5 ഇത്രയാണെങ്കിൽ 6 മോൾസിനാണെങ്കിൽ ഇത്ര, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താം.